സ്ത്രീകളുടെ ലൈംഗികതയും രതിമൂർച്ചയുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട് ഞാൻ വീഡിയോകളിൽ ആവർത്തിച്ച് പറയാറുള്ള ഒരു ശരീരഭാഗമാണ് സ്ത്രീകളുടെ യോനിക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ക്രിസരി. അതിൻ്റെ കാരണം ഈ ക്രിസരി എന്ന് പറയുന്ന ശരീരഭാഗമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് രതിമൂർച്ചയിൽ ഒരു വളരെ പ്രധാന പങ്ക് വഹിക്കുന്നത്. പക്ഷേ ഈ ഒരു കാഴ്ചപ്പാട് പല പുരുഷന്മാരിലും ഈ ക്രിസരി മാത്രമാണ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ വികാരമുണർത്തുന്ന ഒരു കേന്ദ്രം എന്നുള്ളൊരു ധാരണ പരക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത് ശരിയല്ല. ഈ ഒരു കാഴ്ചപ്പാട് തിരുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ലക്ഷ്യം. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുക്കലോ സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കലോ ഒക്കെ പോയി ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗങ്ങളല്ല. അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ശരിയായ അറിവും നിങ്ങളുടെ ലൈംഗികതയെ പറ്റിയുള്ള കാഴ്ചപ്പാട് മാറ്റാൻ സഹായിക്കുന്ന സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഒരു കൗൺസിലിംഗും മാത്രം മതി. പക്ഷേ ഈ സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നും ഡോക്ടർമാരോ സൈക്കോളജിസ്റ്റുകളോ ഒന്നും അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ അവർക്കിങ്ങനെ ഒരു സേവനം നൽകുവാൻ സാധ്യവുമല്ല. ഈ ഒരു തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കി അവരെ പുറത്തു പറയാൻ മടി കാണിക്കുന്ന ലൈംഗിക പ്രശ്നങ്ങൾ നാണക്കേടോ കുറ്റബോധമോ അപമാന ഭയമോ ഒന്നും കൂടാതെ സ്വകാര്യതയിൽ സുരക്ഷിതമായിട്ട് പങ്കുവെച്ച് മരുന്നുകളൊന്നും കൂടാതെ പരിഹാരം കണ്ടുപിടിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് വിവോക്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിലൊന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മറ്റുള്ളവരിലെത്തിക്കാൻ പരമാവധി സഹായിക്കുക. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒന്നല്ല കുറഞ്ഞത് 6 ലൈംഗിക വികാരമുണർത്താൻ സാധ്യതയുള്ള കേന്ദ്രങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നും അവിടെ എങ്ങനെ സ്പർശിക്കണമെന്നും നമുക്കൊന്ന് നോക്കാം. സോൺ നമ്പർ 1, ദ സ്കാൽപ്പ്. മലയാളത്തിൽ തലയൊട്ടിയോട് ചേർന്നിരിക്കുന്ന ചർമ്മത്തിനാണ് ഈ സ്കാൽപ്പ് എന്ന് പറയുന്നത്. ഇത് സത്യത്തിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ വികാരമുണർത്തുന്ന ഒരു കേന്ദ്രമാണ് എന്ന് ഒട്ടുമിക്ക പുരുഷന്മാർ പോലും ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് നിങ്ങൾ ശരിയായ രീതിയിൽ സ്പർശിക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയുടെ ലൈംഗിക വികാരം ഉണരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ സ്കാൽപ്പ് എന്ന് പറയുന്ന പ്രദേശം വളരെയധികം നെർവ് എൻഡിങ്സുകൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് സ്പർശിക്കേണ്ടത്? വിരൽ തുമ്പുകൾ ഉപയോഗിച്ച് ഒരു സ്ത്രീയുടെ മുടിക്കിടയിലൂടെ വളരെ മൃദുവായിട്ട് തലോടുകയാണ് ഒരു രീതി. ഈ ലൈംഗിക ആകർഷണത്തിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് അവരുടെ തലമുടി. ചില സ്ത്രീകൾക്ക് അവരുടെ തലമുടി ചെറിയ ശക്തി ഉപയോഗിച്ച് പിന്നോട്ട് വലിക്കുന്നത് ഇഷ്ടമായിരിക്കും. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ മുമ്പ് പറഞ്ഞ ആ സ്കാൽപ്പിലെ നെർവ് എൻഡിങ്സുകൾ ഉത്തേജിതമാകും. ഇനി നിങ്ങളുടെ പങ്കാളിക്ക് അത് ഇഷ്ടമല്ല എങ്കിൽ അവർ തലമുടി ചെയ്യുന്ന ബ്രഷ് ഉപയോഗിച്ച് കോതി കൊടുത്താലും മതി. പല സ്ത്രീകൾക്കും അവരുടെ തലമുടി പുരുഷന്മാർ കോതി കൊടുക്കുന്നത് വളരെയധികം ലൈംഗിക വികാരമുണർത്തുന്ന ഒരു പ്രവൃത്തി കൂടിയാണ്. ഇനി സോൺ നമ്പർ 2, ദ നെക്ക്. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഏറ്റവും ലൈംഗിക വികാരമുണർത്താൻ സാധ്യതയുള്ള രണ്ടാമത്തെ ഭാഗമാണ് കഴുത്ത്. പല സിനിമകളിലും ഒരു സ്ത്രീയുടെ കഴുത്ത് ചുംബിക്കുകയും സ്പർശിക്കുകയും കടിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കാറുണ്ട്. ഈ കഴുത്തിന് 2 സൈഡ് വശങ്ങൾ മാത്രമല്ല ഉള്ളത്. അത് നിങ്ങൾക്ക് 360 ഡിഗ്രിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഈ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പർശനം ശരിയായ രീതിയിലാണോ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. നിങ്ങളുടെ പങ്കാളിയുടെ ശ്വാസത്തിൻ്റെ വേഗത നിരീക്ഷിക്കുക. ഈ എക്സർസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പങ്കാളിയുടെ ശ്വാസത്തിൻ്റെ വേഗത വർദ്ധിക്കും. ഈ കഴുത്തെന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സ്പർശിക്കുവാനുള്ള ഒരു അനുവാദം ആ പങ്കാളിയോടുള്ള ഒരു വിശ്വാസ്യതയുടെ അടയാളം കൂടിയാണ്. ഇനി സോൺ നമ്പർ 3, ദ ഇയേഴ്സ്. മറ്റ് ശരീരഭാഗങ്ങളെ അപേക്ഷിച്ച് ഈ ചെവികളിൽ സ്പർശിക്കുന്നത് ചില സ്ത്രീകൾക്ക് നേരെ വിപരീതമായിട്ടുള്ള ഒരു വികാരമുണർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ഈ നാവ് കൊണ്ട് ചില സ്ത്രീകളുടെ ചെവികളിൽ സ്പർശിക്കുന്നത് അവർക്ക് ഇഷ്ടമാണെങ്കിൽ മറ്റു ചില സ്ത്രീകൾക്ക് നാവ് കൊണ്ട് അവിടെ സ്പർശിക്കുന്നത് ഇക്ലിയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കിയേക്കാം. ഈ യോനിക്കുള്ളിൽ ലിംഗം പ്രവേശിപ്പിക്കുന്നത് പോലെ ചെവിക്കുള്ളിൽ കുത്തിക്കയറ്റേണ്ട ഒരു അവയവമല്ല നാക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ ചെവിയിൽ നാക്ക് ഉപയോഗിച്ച് സ്പർശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പങ്കാളിയുടെ പ്രതികരണം ആരാഞ്ഞിട്ട് മാത്രം മുമ്പോട്ട് പോവുക. അല്ലെങ്കിൽ അത് അവർക്ക് വളരെ അരോചകമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും സുരക്ഷിതവും ഒട്ടുമിക്ക സ്ത്രീകളും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ് ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ചെവികളിൽ സ്വകാര്യതയിൽ മന്ത്രിക്കുക എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ഇതിന് പറയുന്ന പേരാണ് ഡേർട്ടി ടോക്ക്. നമ്മളുടെ ചെവികൾക്ക് മറ്റ് ശരീരഭാഗങ്ങളെ അപേക്ഷിച്ച് കേൾക്കുവാനുള്ള ഒരു കഴിവ് കൂടെ ഉള്ളതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കേണ്ടത് സ്പർശനത്തിൻ്റെയും സംഭാഷണത്തിൻ്റെയും ഒരു കോമ്പിനേഷൻ ആവണം. ഇനി സോൺ നമ്പർ 4, ദ ലോവർ ബാക്ക്. ഒരു വ്യക്തിയുടെ നടുവിൻ്റെ താഴത്തെ ഭാഗമാണ് ഈ ലോവർ ബാക്ക് എന്ന് പറയുന്നത്. ഒരു സ്ത്രീയുടെ ബ്രായുടെ സ്ട്രാപ്പിൻ്റെയും അരക്കെട്ടിൻ്റെയും ഇടയിലുള്ള ഭാഗം. ശരീരം മസാജ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ ലഭിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ലോവർ ബാക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്കാൽപ്പിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വളരെയധികം നെർവ് എൻഡിങ്സുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് ഈ ലോവർ ബാക്ക്.
പല സ്ത്രീകൾക്കും വളരെയധികം സ്ത്രൈണത ഉണർത്തുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ലോവർ ബാക്ക്. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പുരുഷന്മാരെ സ്ത്രീകളെ പരസ്യമായിട്ട് സ്പർശിക്കുന്ന ഒരു ഭാഗമാണ് ഈ ലോവർ ബാക്ക്. പുരുഷന്മാർക്ക് സമൂഹം കൽപ്പിച്ചു നൽകിയിട്ടുള്ള സ്ത്രീകളുടെ മേലുള്ള ഒരു സംരക്ഷണത്തിൻ്റെ സന്ദേശം കൂടെ ഈ ലോവർ ബാക്കിലെ സ്പർശനത്തിൽ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത് അവരുടെ പൗരുഷത്തിൻ്റെ പരസ്യമായിട്ടുള്ള ഒരു അടയാളം കൂടിയാണ്. ഈ ലോവർ ബാക്കിലെ സ്പർശനം പല സ്ത്രീകളിലും ലൈംഗിക പ്രവൃത്തിക്ക് മുമ്പുള്ള ഒരു ഫോർപ്ലേ അനുഭവമായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പലതരത്തിലുള്ള സെക്സ് പൊസിഷനുകൾ ട്രൈ ചെയ്യുമ്പോൾ പുരുഷന്മാർ ഏറ്റവും അധികം സ്പർശിക്കുവാൻ സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ലോവർ ബാക്ക്. ഇനി സോൺ നമ്പർ 5, ഇന്നർ തൈസ്, തുടയുടെ ഉൾവശങ്ങൾ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടേക്ക് ഓഫിന് മുമ്പുള്ള ഒരു റൺവേ ആയിട്ട് സങ്കല്പിക്കാം. അപ്പം ഇവിടെ സാവധാനത്തിൽ സമയമെടുത്ത് സ്പർശിക്കുകയും ചുംബിക്കുകയും ലിക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ആ നടക്കാനിരിക്കുന്ന ലൈംഗിക പ്രവൃത്തിക്ക് മുമ്പുള്ള തീവ്രതയും ആകാംക്ഷയും ഒക്കെ വർദ്ധിപ്പിക്കും. കാരണം അങ്ങനെ ചെയ്യുന്നത് വഴി ഒരു സ്ത്രീയുടെ യോനിക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ക്രിസരി ഉൾപ്പെടെയുള്ള ലൈംഗിക വികാരമുണർത്തുന്ന ഭാഗങ്ങളിലേക്കുള്ള രക്തഒഴുക്ക് വർദ്ധിക്കുകയും അങ്ങനെ ആ നടക്കാനിരിക്കുന്ന ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന പെനിട്രേറ്റീവ് സെക്സ് കൂടുതൽ ആസ്വാദികരമാക്കി മാറ്റുകയും ചെയ്യും. ഇനി 6ാമത്തെയും അവസാനത്തെയും സോൺ, ദ നിപ്പിൾസ്. ഒരു സ്ത്രീയുടെ ക്രിസരി പോലെ തന്നെ വളരെയധികം നെർവ് എൻഡിങ്സുകൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ നിപ്പിൾസ്. അതുകൊണ്ട് തന്നെ ചില സ്ത്രീകൾക്ക് ഈ നിപ്പിൾസിൻ്റെ ഉത്തേജനത്തിലൂടെ മാത്രം രതിമൂർച്ചയിലെത്താനുള്ള ഒരു കഴിവുണ്ട്. ഇതിന് പറയുന്ന പേരാണ് നിപ്പിൾ ഗ്യാസം. ഓർഗാസം പോലെ നിപ്പിൾ ഗ്യാസം. ഇവിടെയും നമ്മൾ മറ്റ് പ്രദേശത്തിൻ്റെ ഉത്തേജനത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വായും നാവും വിരലും പല്ലുകളും ചുണ്ടുകളും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുകൂടാതെ നിപ്പിൾ ക്ലാംസ് എന്ന് പറയുന്ന ഉപകരണങ്ങളും ഐസ് ക്യൂബുകളും ഒക്കെ ഉപയോഗിക്കുന്നവരുമുണ്ട്. ഇവയ്ക്കെല്ലാം തന്നെ നിങ്ങളുടെ പങ്കാളിയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ മുമ്പ് ചെവികളുടെ കാര്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ പങ്കാളിയുടെ ഒരു പ്രതികരണം മനസ്സിലാക്കിയിട്ട് വേണം മുമ്പോട്ട് പോകുവാൻ. കാരണം എല്ലാ സ്പർശന രീതികളും എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടമാകണമെന്ന് നിർബന്ധമില്ല. മറ്റ് ശരീരഭാഗങ്ങളെ അപേക്ഷിച്ച് ഒരു സ്ത്രീയുടെ നിപ്പിൾസിൻ്റെ സൈസും ഷേപ്പും സ്ഥിതി ചെയ്യുന്ന രീതിയും വികാരമുണർത്താനുള്ള കഴിവുമൊക്കെ വളരെയധികം മാറ്റങ്ങളിലൂടെ എല്ലാ മാസവും ചിലപ്പോൾ ഓരോ ദിവസവും തന്നെ കടന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഴയ പങ്കാളിയുമായിട്ട് വർക്ക് ചെയ്ത ഒരു കാര്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ പങ്കാളിയുമായിട്ട് ഒരു മാസം മുമ്പ് ട്രൈ ചെയ്തപ്പോൾ വർക്കായ കാര്യമോ ഒക്കെ വീണ്ടും ട്രൈ ചെയ്യുമ്പോൾ അതേ സുഖകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് നിപ്പിൾസിൻ്റെ ഉത്തേജനത്തിൽ നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധ നൽകേണ്ടത് നിങ്ങളുടെ പങ്കാളി എന്ത് പറയുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ച ഈ 6 പ്രദേശത്തിൻ്റെ ഉത്തേജനവും ഒരു സ്ത്രീയുടെ ക്രിസരിയുടെ ഉത്തേജനത്തിനോടൊപ്പം നടക്കുമ്പോഴാണ് അത് നിങ്ങളുടെ പങ്കാളിക്ക് ഒരു മികച്ച രതിമൂർച്ച അനുഭവമായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.